ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് 2, അത് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു എറർ മെസ്സേജാണ് യു ഓൾറെഡി ഹാവിങ് ആൻ എക്സിസ്റ്റിംഗ് ആഡ്സൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് നമുക്ക് ഇല്ല എങ്കിൽ കൂടി നമുക്ക് ഇതുപോലൊരു എറർ മെസ്സേജ് വന്ന് സ്റ്റെപ്പ് 2-നകത്ത് സ്റ്റക്കായി പോകുന്നൊരു അവസ്ഥ വരാറുണ്ട്. ഈ എറർ മെസ്സേജ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെ പറ്റിയും ഗൂഗിൾ ആഡ്സൻസിൻ്റെ അകത്തുള്ള പേയ്മെൻറ്റ് പ്രൊഫൈൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മോണിറ്റൈസേഷൻ ആയ ആളുകൾക്കും മോണിറ്റൈസേഷൻ അവൻ പോകുന്ന ആൾക്കാർക്കും ഓൾറെഡി ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക്, ഓൾറെഡി ആയ ആൾക്കാർക്കാണെങ്കിൽ കൂടി ഈ പറഞ്ഞ ആഡ്സൻസ് അക്കൗണ്ടിൽ എന്തെങ്കിലും എറർ വരികയോ അല്ലെങ്കിൽ ഐ ഡി വെരിഫിക്കേഷൻ ഫെയിൽ ആവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക, നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുന്ന കേസിലും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ വീഡിയോ മോണിറ്റൈസേഷൻ ആയവർക്കും ആകാത്തവർക്കും രണ്ടുപേർക്കും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് സ്റ്റെപ്പ് 2-നകത്ത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എറർ മെസ്സേജാണ് യു ഓൾറെഡി ഹാവിങ് ആൻ ആഡ്സൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന എറർ മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് 1 ഓൾറെഡി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവും. സ്റ്റെപ്പ് 2-നകത്ത് വന്നിട്ട് യു ഓൾറെഡി ഹാവിങ് ആൻ ആഡ്സൻസ് അക്കൗണ്ട്, നിങ്ങൾക്ക് ഒരു ആഡ്സൻസ് അക്കൗണ്ട് ഇല്ല എങ്കിൽ കൂടി ഇങ്ങനൊരു എറർ മെസ്സേജ് വന്നിട്ട് ആ എറർ മെസ്സേജിനകത്ത് സ്റ്റക്കായി പോകും. ഓക്കെ, ഈ എറർ മെസ്സേജ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെ പറ്റി ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്നുള്ളത് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിൻ്റെ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ആഡ്സൻസ് അക്കൗണ്ട്, വേറൊരു ഇമെയിൽ ഐ ഡി വെച്ച് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അടുത്തൊരു എറർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്തൊരു ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഐ ഡി വെരിഫിക്കേഷൻ ഫെയിൽ ആവുക. നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ടിനകത്തുള്ള ഐ ഡി വെരിഫിക്കേഷൻ 3 തവണ ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഇപ്പോൾ ഓൾറെഡി കാണാൻ പറ്റും. ഈ അക്കൗണ്ടിൽ അതൊരു $19 ഉണ്ട്. ഈ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ pay.google.com, ഈ pay.google.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അതിനകത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ്സിൻ്റെ ഗൂഗിൾ പേയ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഒരു പ്രൊഫൈലാണ് കിട്ടുക. അതിൻ്റെ സെറ്റിങ്സ്, റൈറ്റിലുള്ള സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിങ്സിനകത്ത് ആ സെറ്റിങ്സിനകത്ത് ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രൊഫൈലായിരിക്കും കിട്ടുന്നത്. അത് അതിൻ്റെ ലോഡായി വരുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൊഫൈൽ സ്റ്റാറ്റസ്, ക്ലോസ് പേയ്മെൻറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും അടി ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിരിക്കും. അത് ക്ലോസ് പേയ്മെൻറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ ക്ലോസ് പേയ്മെൻറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതിനകത്ത് അതിനകത്ത് ഈ പേയ്മെൻറ്റ് പ്രൊഫൈൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിലീറ്റ് ആയി പോകുക, നിങ്ങളുടെ എന്താ പറയുക പേയുടെ ഡീറ്റെയിൽസ്, എന്തെല്ലാം ഡീറ്റെയിൽസ് ഡിലീറ്റ് ആയി പോകും, എന്തെല്ലാം ഹിസ്റ്ററികൾ നഷ്ടമാകും എന്നെ പറ്റിയൊക്കെ ആയിരിക്കും വരുന്നത്. അതിനിടയിൽ ലാസ്റ്റായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതിൽ നമുക്ക് അതർ എന്ന ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റീസൺ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവിടെ റീസൺ ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു എറർ മെസ്സേജ് ആയിരിക്കും, ഇതുപോലെ ഒരു എറർ മെസ്സേജ് റെഡ് ഇതായിട്ട് മെസ്സേജ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവിടെ ഡ്രോപ്പ് ഡൗണിൽ അത് ഓൾറെഡി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ അതർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു റീസൺ കൊടുക്കുകയാണ്. ഐ ഡി വെരിഫിക്കേഷൻ 3 തവണ ഞാൻ കൊടുത്തു. 3 തവണ കൊടുത്തതിന് ശേഷം ഐ ഡി വെരിഫിക്കേഷൻ ഫെയിലായി എന്നൊരു റീസണാണ് കൊടുക്കുന്നത്. നമുക്ക് എന്തൊരു റീസൺ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇന്ന റീസൺ വേണമെന്നൊന്നുമില്ല. എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള എറർ മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റീസൺ കൊടുക്കുക. ആ റീസൺ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡിലീറ്റായി പോയിട്ട് ഒരു കൺഫർമേഷൻ കൂടി ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും ബാലൻസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവില്ല. ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല, പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഓൾറെഡി ആഡ് ആണെങ്കിൽ ക്രെഡിറ്റ് ആവും. ഇനി നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ചാറ്റ് സപ്പോർട്ടായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാറ്റ് സപ്പോർട്ട് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ നിങ്ങൾക്ക് തിരിച്ച് ക്രെഡിറ്റ് ആയി കിട്ടുകയുള്ളൂ. ഇങ്ങനൊരു ഓപ്ഷനിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിൽ നിങ്ങൾ തിരിച്ച് ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഓൾറെഡി നേരത്തെ അക്കൗണ്ടിൽ അതൊരു $19 ഉണ്ടായിരുന്നു. 19.26 നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് പേജ് റീഫ്രഷ് ചെയ്യാം. ആ പേജ് ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് $0 പോയിട്ടുണ്ടാവും. ഓക്കെ, ഈ $19.26 തിരിച്ച് കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചാറ്റ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അതായത് യൂട്യൂബിൻ്റെ ചാറ്റ് സപ്പോർട്ടാണ് കോൺടാക്ട് ചെയ്ത് ചാറ്റ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നാലും $19.26 ഉണ്ടായിരുന്നത് തിരിച്ച് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നഷ്ടമായിരുന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും നമ്മൾ വീണ്ടും ഇൻഡിവിജ്വലാണോ നിങ്ങളുടെ പേര് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് വീണ്ടും നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ ID പ്രൂഫിലുള്ള പേര്, നിങ്ങൾക്ക് ആഡ്സൻസിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് എന്താണോ ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത് ചാനൽ നെയിം ആയിരിക്കും. അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ID പ്രൂഫിലുള്ള പേരെന്താണോ ആ സെയിം പേര്, അതായത് നിങ്ങൾ ID വെരിഫിക്കേഷന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണോ അതിലുള്ള സെയിം പേര് കൊടുക്കുക. അതിൻ്റെ തൊട്ടടിയിൽ ഐ ഡി വെരിഫിക്കേഷൻ, നിങ്ങൾ പാസ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക. കറക്റ്റായിട്ട് എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റ് പ്രൊഫൈൽ സേവ് ചെയ്യാൻ പറ്റും. ആ പേയ്മെൻറ്റ് പ്രൊഫൈൽ സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പേയ്മെൻറ്റ് പ്രൊഫൈലിൽ സെറ്റിങ്സും കാര്യങ്ങൾ വരും. നിങ്ങൾക്ക് നേരത്തെ കാണാം വീണ്ടും അത് $0 ഇനിയും ആ അക്കൗണ്ടിൽ അത് തിരിച്ച് പൈസ വേണം, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പൈസ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബിൻ്റെ ചാറ്റ് സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് യൂട്യൂബിൻ്റെ ചാറ്റ് സപ്പോർട്ടിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബിൻ്റെ ചാറ്റ് സപ്പോർട്ടിനെ ആ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് യൂട്യൂബിൻ്റെ ചാറ്റ് സപ്പോർട്ടായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഗൂഗിൾ ആഡ്സൻസിൻ്റെ പേയ്മെൻറ്റ് പ്രൊഫൈൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് പ്രൊഫൈലിനകത്ത് എന്തെങ്കിലും എറർ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതും. യു ഓൾറെഡി ഹാവിങ് ആൻ ആഡ്സൻസ് അക്കൗണ്ട് എന്നുള്ള എറർ മെസ്സേജ് വന്ന് നിങ്ങളുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എറർ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഓൾറെഡി ഹാവിങ് ആൻ ആഡ്സൻസ് അക്കൗണ്ട് എന്നുള്ള ഇഷ്യൂ കൂടി ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മുകളിൽ, നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിനകത്തും നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.